സാറ് പറയുന്നതിൽ ബിസി ആയിരിക്കുന്ന ആന്റിമാരെ, രണ്ടെണ്ണം അടിക്കാൻ കുപ്പിയിലേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കുന്ന അങ്കിൾമാരെ, ചരവറ ഓടിക്കളിക്കുന്ന എന്റെ മക്കളടക്കമുള്ള കിലുക്കാമ്പെട്ടി കുഞ്ഞുങ്ങളെ, കളപ്പുരിക്കൽ കസിൻസ്, കാലാകാലങ്ങളായി ആരെ കെട്ടിച്ചുവിടുന്നതിന് മുൻപ് സ്നേഹത്തോടെ അവതരിപ്പിക്കുന്ന ഈ കലാരൂപം അഥവാ കഥാപ്രസംഗം ഞങ്ങളുടെ കനിഷ്ഠ സഹോദരി അഥവാ അവസാനത്തെ പെൺതരി, ഞങ്ങളുടെ കുഞ്ഞോമന അനിയത്തിയുമായ ഞങ്ങളുടെ സ്വന്തം തനുക്കുട്ടിക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് ഉരുളി കമഴ്ത്തി ഉണ്ണി. പേര് കേട്ട ആർക്കായാലും സംശയം തോന്നും, എന്താണ് ഈ ഉരുളി കമഴ്ത്താൻ? ലൂസിക്കും സണ്ണിക്കും ഓൾറെഡി ഒരു ഉരുളി ഉണ്ടല്ലോ, ഉണ്ണി ഉണ്ടല്ലോ, പിന്നെ എന്താണ് ഈ ഉണ്ണി? അതാണ് ഇവിടെ ഉരുളി കമഴ്ത്തിയത് ലൂസി സണ്ണിയല്ല. തുമ്പശ്ശേരിയിലെ ആങ്ങളമാരോട് മല്ലടിച്ച് ക്ഷീണിച്ച താര ഒരു നെയിൽ പോളിഷ് ഇടാനെങ്കിലും ഒരു കൂട്ടിന് വേണ്ടി മാതാവിന്റെ മുൻപിൽ മുട്ടുകുത്തി മെഴുകുതിരി കത്തിച്ച് നോമ്പ് നോറ്റ് പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞനുജത്തിയാണ് ഇന്നത്തെ നമ്മുടെ മണവാട്ടി തെരേസ അഥവാ തനു. കണ്ണാ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. താരയുടെ പ്രാർത്ഥന ഏതായാലും സിമ്പിൾ ബട്ട് പവർഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നു. ഒന്നിൽ നിന്നില്ല, ചറപ്പറ പെമ്പിള്ളേരായിരുന്നു തുമ്പശ്ശേരി കുടുംബത്തിൽ, അത് ഇപ്പോഴും തീർന്നിട്ടില്ല. അങ്ങനെ എല്ലാ വെക്കേഷനും അവൾ ഓടി പുനലൂർ തറവാട്ടിലേക്ക് ഓടി അവളുടെ പെൺ വാനര പടയ്ക്കൊപ്പം ഒരു ഹിറ്റ്ലർ മാധവൻകുട്ടിയെ പോലെ അമിത്തിന്റെയും കൂടെ അടിച്ചു പൊടിച്ചു. നമ്മുടെ ആറ്റുനോറ്റുണ്ടായ ഉണ്ണി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി വളർന്നു. തുമ്പശ്ശേരി കുടുംബത്തിനോമനെ പൊന്നോമനെ, നീ കളപ്പുരയ്ക്കൽ കുടുംബത്തിന് കൺമണി കൺമണി. തുമ്പശ്ശേരി കുടുംബത്തിനോമനെ പൊന്നോമനെ, നീ കളപ്പുരയ്ക്കൽ കുടുംബത്തിനും കൺമണി കൺമണി. കുടുംബക്കാരുടെ മാത്രമല്ല കേട്ടോ, കൂട്ടുകാരുടെയും ടീച്ചേഴ്സിന്റെയും പള്ളിക്കാരുടെയും എല്ലാവരുടെയും കൺമണിയായി അവൾ വളർന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ വിരലുകളിലെ മന്ത്രം നമ്മൾ കണ്ടു. വ്യത്യസ്തനായൊരു ഡിസൈനർ തനുവിനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. വിരലുകൾ കൊണ്ട് മാലകൾ പണിയും, ക്രോഷേ കൊണ്ട് ഉടുപ്പുകൾ തയ്ക്കും, പേനയും പേപ്പറും പണിയായുധങ്ങൾ. തനുജ അവൾ വരയ്ക്കും അവളുടെ കൈകൾ, പൂതുന്നും മാലകൾ തീർക്കും, ക്രോഷയുടെ ബാഗുകൾ തുന്നും 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 തുന്നും. തനുജ അവൾ വരയ്ക്കും അവളുടെ കൈകൾ, പൂത്തുന്നും മാലകൾ തീർക്കും, ക്രോഷയുടെ ബാഗുകൾ തുന്നും 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 തുന്നും. അങ്ങനെ ഫേമസ് ഡിസൈനറായ സത്യസായി മുഖർജിയെ മനസ്സിൽ ധ്യാനിച്ച് ബാംഗ്ലൂർ മൗണ്ട് കാർമലിൽ ഫാഷൻ ഡിസൈനിങ് ഡിഗ്രി പഠനം അവൾ പൂർത്തിയാക്കി. കുറച്ചുകൂടി മൈന്യൂട്ട് ലെവൽ ഡീറ്റെയിൽ ഡിസൈൻ ചെയ്യാനുള്ള അവളുടെ കഴിവിനെ മനസ്സിലാക്കി ജുവലറി ഡിസൈനിങ്ങിൽ അവൾ ബിരുദാനന്തര ബിരുദവും നേടി. ഇപ്പോൾ ആര്യാബായ് കൊല്ലാട്ട് എന്ന ജുവലറി ഷോപ്പിൽ ഡിസൈനറായി അവൾ ജോലി ചെയ്യുന്നു. തനുവിന്റെ കല്യാണം ലൂസിയാനിക്ക് ഒരു സ്വപ്നമായിരുന്നു. അങ്ങ് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ലൂസിയാനിയുടെ ബ്രോക്കർ ആന്റിമാർ വല വീശി. പക്ഷെ വല വീശി കൊണ്ടുവരുന്ന വയ്യന്മാരെയൊക്കെ തനുവിന് പിടിക്കണ്ടേ? സഹി കെട്ട് കുഞ്ഞാന്റി തനുവിനോട് ചോദിച്ചു, എന്താ മോളെ നിന്റെ സങ്കല്പത്തിലുള്ള പയ്യൻ? എറണാകുളത്തുള്ള ചിക്കൻ മാതി, ആറടി പൊക്കമുള്ള ചിക്കൻ മാതി, ജിമ്മിൽ പോയില്ലേലും സാരമില്ല, ഫുഡടിക്കാൻ ഇഷ്ടമുള്ള ചിക്കൻ മാതി. എന്താണേലും എറണാകുളത്തുള്ള ചിക്കൻ മാതി. ഇതേ സമയം കോട്ടയം എന്ന കൊച്ചു പട്ടണത്തിലെ ഒരു രംഗം. കേട്ടില്ലേ കോട്ടയത്തൊരു നല്ല കുഞ്ഞച്ചൻ, മൂന്നാമൻ ചെറുക്കന് പെണ്ണ് തപ്പാൻ പോയി. കേട്ടില്ലേ കോട്ടയത്തൊരു നല്ല കുഞ്ഞച്ചൻ,
മൂന്നാമൻ ചെറുക്കന് പെണ്ണ് തപ്പാൻ പോയി. താലി വാങ്ങി വെച്ചു, മാല വാങ്ങി വെച്ചു, പെണ്ണിനെ കിട്ടാൻ ഇത്തിരി സമയമെടുത്തു. താലി വാങ്ങി വെച്ചു, മാല വാങ്ങി വെച്ചു, പെണ്ണിനെ കിട്ടാൻ ഇത്തിരി സമയമെടുത്തു. കുഞ്ഞാലിയുടെ ബ്രോക്കർ ആന്റിമാരുടെ വല വെട്ടിച്ച് ബെത്ലഹേം മാട്രിമോണിക്കാരുടെ വല അല്പം കടൽ കടന്ന് വീശിയപ്പോൾ അത് ഒരു അറബി മീൻ അഥവാ അറബി ഷെയ്ഖ് അൽ ഹലീബി അബ്രാഹിം. അതെ, നമ്മുടെ കഥാനായകന്റെ രംഗപ്രവേശനം ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. 14-ാം രാവിന്റെ പിറ പോലെ വന്നല്ലോ, പനിനീരിൻ കടവത്ത് കുടമുള്ള പുതല്ലോ, മണിമുത്തും പൊന്നിന്റെ ഉളവാളും വന്നല്ലോ, മരുഭൂമിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ, മുല്ലപ്പൂവിൻ ചെലുത്ത് പനി കുപ്പായം, വെള്ളി ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നും നാണ്യങ്ങൾ. ദില് ദില് സലാം സലാം ബിൻ മുഹമ്മദ് സലാം സലാം, യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ. ധനുവിന്റെ ഫോട്ടോ കണ്ടതേ ഷെയ്ഖ് അൽ ഹലീബി അബ്രാഹിം അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് മതി, ധനു മതി. അല്ലമോനെ, പെൺകൊച്ചിനെ നമുക്കൊന്ന് പോയി കാണണ്ടേ, അവർക്കും കൂടി ഇഷ്ടപ്പെടണ്ടേ? അതൊക്കെ ഞാൻ ഏറ്റു. അങ്ങനെ കോട്ട് സൂട്ട് വിട്ട് ഒരു കുപ്പി അത്തറും പൂശി ഒരു ചക്കി ഈത്തപ്പഴവും വാങ്ങി അബി വിമാനം കയറി. തനുവിനെ ഇംപ്രസ് ചെയ്യാനുള്ള പോയിന്റ്സ് കുറിച്ച് വെക്കുകയായിരുന്നു വിമാനത്തിലിരുന്ന അബി. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറുതിപ്പൊന്നൂതിയൊരുക്കി അലവാതിന് പണിയും ഞാൻ. ഹലീലി ഹലീലി ഹിലാലിന്റെ പൂമ്പിറ പോലെ, ഹബീബി ഹബീബി ഹിലാലിന്റെ മഞ്ചലിലേറി സുൽത്താനായി വാഴും ഞാൻ, സൽമാ ബീവിയാകും നീ. അങ്ങനെ പെണ്ണിനെ മീറ്റ് ചെയ്യാൻ അബി എത്തി. ഒന്ന് കേൾക്കണേ, അങ്ങോട്ട് പോയപ്പം നമ്മുടെ കൊച്ചിനെ നിർബന്ധിച്ചാ കൊണ്ടുപോയത്, തിരിച്ചു വന്നപ്പോഴും നിർബന്ധിച്ചാ കൊണ്ടുവന്ന്. ചെക്കൻ്റെ അത്തറിലാണോ ഈത്തപ്പഴത്തിന്റെ കിക്കിലാണോ എന്ന് അറിയത്തില്ല, താനും വീണു. വാമോളെ, നമുക്ക് പിന്നെ സംസാരിക്കാം. കുഞ്ഞാന്റെ അവളെ പിടിച്ചു വലിച്ചു. വീട്ടിലെത്തിയ കുഞ്ഞാലിക്ക് ആകപ്പാടെ കൺഫ്യൂഷൻ. അല്ല മോളെ, നീയല്ലേ പറഞ്ഞത് നിനക്ക് കൊച്ചി വിട്ടൊരു കൊച്ചാപ്പനെ വേണ്ടെന്നോ കടല് കടക്കാൻ വയ്യെന്നോ ഒക്കെ? അപ്പൊ തനു പറഞ്ഞു, അല്ലമ്മ ഇതങ്ങനെ വലിയ കടലൊന്നും അല്ല, കഷ്ടി ഒരു ഫർലോങ് നീന്തിയ ദുബായ് കടപ്പുറം. മാത്രമല്ല ദുബായിൽ മൊത്തം കൊച്ചിക്കാരാണ് അബീജാൻ പറഞ്ഞത്. തനു അങ്ങനെ സ്വപ്നം കണ്ടു തുടങ്ങി. കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, ബുർജ് ഖലീഫ കാണാം, ദുബായിലെ മോളുകൾ കാണാം, നൈറ്റ് സഫാരി പോകാം അബിയുമായി. അബിയോട് സമ്മതം കൂടുന്നതിനൊപ്പം തനു അവളുടെ കുറച്ച് ഡിമാൻഡ്സ് നിരത്തി. 1, സെലിബ്രിറ്റീസിന്റെ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ മാല പണിത് കൊടുക്കുക എന്നതാണ് എന്റെ ഇഷ്ട തൊഴിൽ. അത് ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഉടനെ അഭിക്ഷോ, ദുബായിലെ മൊത്തം സെലിബ്രിറ്റീസ് പോലെ ഞാൻ സെറ്റ് ആക്കി തരാം. 2, പർദ്ദ ഇടാനൊന്നും എന്നെ കിട്ടത്തില്ല. ആഴ്ചയിൽ ഒരു 2 ഡ്രസ്സ് വെച്ച് എനിക്ക് വാങ്ങണം. അതിപ്പോ ഓൺലൈൻ ആയാലും ശരി, ദുബായ് മോളിലാണേലും ശരി. അബിയുടെ തൊണ്ട ഒന്ന് ചെറിയതായിട്ട് വരണ്ട് തുടങ്ങി. ഇനി 3, പത്രം. അത് ഞാൻ വായിക്കില്ല. വല്ല പച്ചക്കറി പൊതിയാ വേണേലെടുക്കാം, അല്ലാണ്ട് GK PK എന്നൊന്നും പറഞ്ഞ് എന്റെ അടുത്തോട്ട് വന്നേക്കും. അബി വീണ്ടും ഞെട്ടി, മാതാവേ തീവണ്ടിക്കാണോ ഞാൻ തല വെച്ചത്? പിന്നെ എന്തും വരട്ടേന്ന് വിചാരിച്ച് അബി അന്ന് സമ്മതം കൂടി. പിന്നീട് അങ്ങോട്ട് ഫോൺ വിളികളുടെയും സ്വപ്നകാളിന്റെയും നാടുകളായിരുന്നു. ജോവേട്ടനും ചിന്നും ഈ പാട്ട് ഇവൾക്ക് വേണ്ടി പണ്ട് എഴുതിയതാണെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ തോന്നുകയാണ്. ഡെഡിക്കേറ്റിന്റെ സോങ്. കണ്ണോട് കണ്ണായിടാം, മെയ്യോട് മെയ്യായിടാം, കാതോരം പാടിയോ അനുരാഗം തേടിയോ, മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ. കണ്ണോ
മെയ്യോട് മെയ്യായിടാം. ഇതൊക്കെ പറഞ്ഞാലും മതി. പത്രം വായിക്കാതെയും ചില കറക്കിക്കുത്ത് പ്രവചനങ്ങൾ നടത്താനുള്ള കഴിവ് ഞങ്ങളുടെ പെൺകൊച്ചിനുണ്ട് കേട്ടോ. 2014 നരേന്ദ്രമോദി ആരാണെന്ന് നമ്മളിൽ പലരും ആലോചിക്കുന്ന സമയത്ത് പോലും മോദി വിൽ കം ടു പവർ എന്ന് പ്രവചിച്ചവളാണ് ഇവൾ. ഇത് കേട്ട് ഞെട്ടിയ താരയും രാജേഷ് ചോദിച്ചു, അതിനിപ്പോ ആരാ മോദി? അതൊന്നും എനിക്കറിഞ്ഞൂടാ. മോദി വിൽ കം ടു പവർ. താര കാര്യം പറഞ്ഞ് അവൾക്ക് കളിക്കാൻ ഒരു കൂട്ടിന് വേണ്ടിയാണ് ഈ ഉരുളി കമഴ്ത്തിയതെങ്കിലും അവളുടെ 2 പെൺകുഞ്ഞ കിടാങ്ങളെ വളർത്താൻ തനു നൽകിയിരിക്കുന്ന സംഭാവനകൾ ചില്ലറയല്ല. പിന്നെ ചുമ്മാതാണോ നല്ല നല്ല ജോലി ഉപേക്ഷിച്ച് സിംഗപ്പൂരിൽ നിന്ന് മുംബൈയിൽ നിന്ന് കേട്ടിയെടുത്ത് ഇവിടെ വന്ന് താരടിച്ച് നടക്കുന്നത്? ഇനിയിപ്പോ ദുബായിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി കൂലകഷമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു രാജേഷ്. ഇന്നീ സായം സന്ധ്യയിൽ ഞങ്ങളുടെ ഈ കുഞ്ഞരിയത്തി ഒരു മണവാട്ടിയായി ഞങ്ങളുടെ മുൻപിൽ ഒരുങ്ങി നിൽക്കുകയാണ്. അവളുടെ പുതിയ ജീവിതത്തിന് ഇനി വെറും 8 ദിവസം ബാക്കി നിൽക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സോടുകൂടി ഞങ്ങൾ ഈ കഥ അവസാനിപ്പിക്കുന്നു. നന്ദി. സുന്ദരരാത്രികൾ, ഏകാന്ത സുന്ദരരാത്രികൾ, വികാരതരളിത രാത്രികൾ, വിവാഹ